നമസ്കാരം. ഞാൻ തെങ്കര സുബ്രഹ്മണ്യൻ, ചത്തല്ലൂർ കൃഷ്ണകുട്ടിയുടെ ശിഷ്യനാണ്. ജാതവശാൽ വീടിന് യോഗമുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇന്നത്തെ വിഷയം. എൻ്റെ അടുത്ത് ഒരാൾ ജാതകം നോക്കാൻ വന്നു. അനവധി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസയും എല്ലാം ഉണ്ടാക്കി, എന്നിട്ടും ഒരു സ്ഥലം വാങ്ങുവാനോ വീട് വയ്ക്കാനോ 4-5 വർഷമായി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്താണ് അതിന് കാരണം? ജാതവശാൽ 4-ാം ഭാവം കൊണ്ടാണ് വീടിനെ ചിന്തിക്കുക. 4-ാം ഭാവത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ നല്ല ഭവനം ഉണ്ടാവും. അതുപോലെ തന്നെ 4-ാം ഭാവത്ത് ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ചെറിയ വീടും ഭംഗിയുള്ള വീടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4-ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീടുണ്ടാക്കാൻ യോഗമുണ്ട്. 4 ശനിയാണെങ്കിൽ വളരെ കാലം നിന്ന് വളരെ ബുദ്ധിമുട്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വരുന്ന യോഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 4-ാം ഭാവാധിപതി വ്യാഴമാണെങ്കിലും 4 ശനി നിൽക്കുകൊണ്ട് പൈസ എല്ലാം സ്വത്തും എല്ലാം ഉണ്ട്. പക്ഷേ ഗൃഹം വാങ്ങുവാനോ ഗൃഹം വയ്ക്കുവാനോ നടക്കുന്നില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത്, വ്യാഴത്തിനുണ്ട് ഗുരുവായൂരപ്പന് വഴിപാടും. ഗുരുവായൂർ പ്രധാന ഒരു വഴിപാടുണ്ട്. ഗുരുവായൂർ നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഭഗവാനെ വെച്ച് നന്നായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഗൃഹം വേണം. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി അറിഞ്ഞ് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് ഗൃഹത്തിൽ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂർ വിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഗുരുവായൂർ അങ്ങനെ വിളക്ക് കൊളുത്തി വെച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതിനുള്ള സാധ്യതകളും അതിനുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതും കിട്ടും. ഇതുപോലെ തന്നെ പല ആൾക്കാർക്കും ഗൃഹങ്ങൾ ഉണ്ടാവാൻ അനവധി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അഷ്ടമാധിപനും 12-ാധിപനും 4-ാം ഭാവത്തു നിന്ന് കഴിഞ്ഞാൽ അനവധി ലോൺ എടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒക്കെ ഗൃഹത്തിന് വേണ്ടിയിട്ട് നടക്കും. ഈ ഗൃഹം കാരണം തന്നെ ചില ആളുകൾക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ജീവിതം തന്നെ മുട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ യോഗമുള്ള ജാതകങ്ങൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കിയാൽ, അപ്പോൾ ഒരു ഗൃഹത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന വ്യക്തികൾക്ക് വളരെ മോശമായിട്ട് വരും. അപ്പോൾ അഷ്ടമാധിപൻ്റെ യോഗമോ 12-ാമത് യോഗമോ ഉണ്ടെങ്കിൽ അവർ ലോൺ എടുത്താൽ വീട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഗൃഹം വെച്ചാൽ ജീവിതകാലം ഈ ഗൃഹത്തിന് വേണ്ടി പോകും. ചില ആളുകൾക്ക് വ്യാഴം 4 നിൽക്കുക, അവിടേക്ക് ശുക്രൻ്റെ ദൃഷ്ടി ഉണ്ടാവുക. ജീവേ ദൃഢം മന്ദിരം, നല്ല ഭംഗിയുള്ള വീടുണ്ടാവാനുള്ള യോഗമുണ്ട്. പക്ഷേ അവിടേക്ക് ശനി ദൃഷ്ടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്ത് നിൽക്കുക, നാട്ടിൽ നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒറ്റ മുറിയിൽ താമസിക്കാനുള്ള യോഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ആ യോഗം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിദേശത്ത് തന്നെ വീട് വാങ്ങാൻ യോഗമുണ്ട്. അപ്പോൾ അവർക്ക് വിദേശത്ത് ഒറ്റമുറി താമസിക്കുന്ന ഒഴിവായി കിട്ടും ചെയ്യും. അവിടെ നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കും. വിദേശത്തുള്ള ആൾക്കാർ നാട്ടിൽ പൈസ ഇടും, പൈസ വലിയ വീട് കെട്ടും, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വലിയ രീതിയിൽ വീടുണ്ടാവും. പക്ഷേ കാലാകാലങ്ങളായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ യോഗമില്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് എന്താ, വിദേശത്ത് പറ്റുന്ന രീതിയിലുള്ള വീടുകൾ, ഇല്ലെങ്കിൽ സ്വദേശത്താണ് യോഗമെങ്കിൽ സ്വദേശത്ത് പറ്റുന്ന രീതിയിലുള്ള യോഗങ്ങളുള്ള ജാതകം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഗൃഹം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൃഹം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പറ്റും. ബുധനാണ് 4-ലെങ്കിൽ അവർക്ക് ഗൃഹം പണിയാണ് നല്ലത്. തുലാം രാശി 4-ാം ഭാവമാണെന്ന് വെച്ചാൽ ഗൃഹങ്ങളോട് കച്ചവടം നടത്താം. 4-ാം ഭാവത്ത് ഉള്ള ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ആ ജാതകത്തിലെ വീടിൻ്റെ യോഗവും വീട്ടിൽ താമസിക്കാനുള്ള സുഖവും സന്തോഷവും എല്ലാം മനസ്സിലാക്കി അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വീട് ഉണ്ടാവാൻ യോഗമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വേണം വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ, വീട് ഏത് രീതിയിലുള്ള വീട് വാങ്ങാൻ പറ്റും, ലോൺ എടുത്ത് വീട് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ വെച്ചു. അപ്പോൾ ലോൺ എടുത്ത് വീട് വാങ്ങുമ്പോൾ അത് ജാതവശാൽ യോഗമില്ലെങ്കിൽ കടവും ബുദ്ധിമുട്ടും ആയിട്ട് കുടുംബം തന്നെ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അങ്ങനത്തുള്ള യോഗമുണ്ടോ എന്ന് ജാതകം സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഏത് തരത്തിലുള്ള വീട് വയ്ക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള വീട് വയ്ക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ ചെറിയ വീട് വയ്ക്കാൻ പറ്റുമോ, അത് ഫ്ലാറ്റ് വാങ്ങാനോ പറ്റുമോ, ഏത് രീതിയിൽ വീട് വാങ്ങാൻ പറ്റുമെന്നും ജാതവശാൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇനി അഥവാ അവിടെ പാപഗ്രഹങ്ങളെ ദൃഷ്ടിയോ യോഗം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്തതിന് ശേഷം ആ സമയം കണ്ടെത്തി ആ സമയത്ത് വീട് പണിയെടുക്കുമ്പോൾ വേഗം വീട് പൂർത്തിയാവും.
ഇപ്പോൾ ചില ആളുകൾക്ക് പകുതി വീട് പണി കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും നടക്കണില്ല, എല്ലാം ബ്ലോക്കായി കിടക്കുന്നു. അപ്പോൾ അത് സമയം തെറ്റിയിട്ടാണ് ആ വീട് തുടങ്ങുന്നതെങ്കിലോ, ആ നല്ല സമയം നോക്കി, നല്ല കാലം നോക്കി, നല്ല സമയത്ത് നോക്കിയിട്ട് വീട് പണി തുടങ്ങുക. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ, പ്രതിവിധികൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം ഇതെല്ലാം നോക്കിയിട്ട് മുന്നോട്ട് പോയാൽ ആ ഗൃഹം വേഗം പൂർത്തീകരിക്കാനും പറ്റും, അത് സുഖമായിട്ട് താമസിക്കാനും പറ്റും. അങ്ങനെ വീടിന് യോഗമുണ്ടോ എന്ന് ജാതകം പരിശോധിച്ച ശേഷം ഗൃഹനിർമ്മാണമോ ഗൃഹം വാങ്ങുന്നതോ ഗൃഹത്തിൽ താമസിക്കാനും എല്ലാം കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ സുഖമായിട്ട് വീട്ടിൽ താമസിച്ച് കുടുംബജീവിതം നയിക്കാൻ പറ്റും.